ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തിക പ്രകാശനോട് പറയുക, വീട് പണി പകുതിക്ക് നിർത്തിയോണ്ട് ഒരു വീട് പണി എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ പ്രകാശം പറയുവാണ്, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട, ഞാനും വിക്രവും കൂടെ അതൊക്കെ ശരിയാക്കി തരാം എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട്, അച്ഛൻ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പെൺമക്കൾ അച്ഛൻ്റെ എതിരെ ഇങ്ങനെയൊക്കെ ചെയ്തു. എന്തായാലും എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. ഇവിടെ ജർമ്മനിയിൽ സെറ്റിലായ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ആ ബിസിനസ്സൊക്കെ വിടുകയെന്നാണ് പറഞ്ഞത്. എനിക്ക് ആ ബിസിനസ്സിലോട്ടൊന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ ബ്രദറാണല്ലോ ഇനി വിക്രം, അവനായിരിക്കും എൻ്റെ MD ആയിട്ടിരിക്കുന്നത്. അവനെ ആ കമ്പനി ഏൽപ്പിക്കാം. അതുമാത്രമല്ല, അച്ഛനെ വേദനിപ്പിച്ചവർക്ക് എതിരെയുള്ള ഏറ്റവും നല്ല പ്രതികാരം അത് തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ പ്രകാശൻ അതൊക്കെ കേട്ടൊക്കെ സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, ഞങ്ങളവിടെ മരിച്ചു കിടന്ന് പണിയെടുക്കും മോളെ, എന്നിട്ട് ആ കമ്പനിക്ക് ഏറ്റവും നല്ല പേര് തന്നെ ഞങ്ങളുണ്ടാക്കും. മോൾ എന്തെങ്കിലുമൊക്കെ തന്നാലായി എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയാണ് കേട്ടോ, ശമ്പളമായിട്ട് ഞാനൊന്നും തരുമായില്ല, നിങ്ങൾ എൻ്റെ കൂടെ ആണല്ലോ നിൽക്കുന്നത്, പിന്നെ അത് ചിലവൊന്നും വരുന്നില്ലല്ലോ, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ട് അച്ഛൻ എന്നോട് പറയാമല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശിൻ്റെ ചെറുതായിട്ട് മുഖമൊന്നും മങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കാർത്തിക പറയുകയാണ്, പിന്നെ ലാഭവിഹിതം ഒരു വർഷം എന്ത് കിട്ടുന്നോ അതിപ്പം 50 കോടിയാണെങ്കിൽ 25 അച്ഛന്, ബാക്കി 25 എനിക്ക്, 50-50 അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും പ്രകാശനങ്ങ് ചിന്തിക്കുവാണ്, ലാഭം 10 കോടി കിട്ടിയാൽ തന്നെ പകുതി എനിക്ക്, എൻ്റെ ലൈഫ് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ പ്രകാശൻ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അതിന് ഇറങ്ങാൻ നേരത്തേക്ക് നമ്മുടെ കാർത്തിക പറയാം, ഇതൊന്നും അച്ഛന് ശമ്പളമായിട്ട് തരുന്നതായിട്ട് കണക്കാക്കണ്ട, ഇതൊക്കെ പുരുഷധനമായിട്ട് കണക്കാക്കിയാൽ മതിയെന്ന് പറയുമ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ്, അല്ല നാളെന്താ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും കാർത്തികയുടെ നാളാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശൻ പറയാം, അല്ല മോളുടെ അമ്മയുടെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയാം, ഉത്രട്ടാതിയാ നക്ഷത്രം, അച്ഛൻ്റെയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ വിശാഖമാണ്. എന്നിട്ട് ചോദിക്കും രാശി ഏതാന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് മീനം. എന്നിട്ട് കാർത്തിക മനസ്സിൽ ചിന്തിക്കുവാണ്, അമ്മയായിട്ട് അഷ്ടമി രാശിയാണ്, ഒരിക്കലും ചേർന്നു കൂടാത്ത, അതായിരിക്കും ഇയാളുമായിട്ട് പിരിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രകാശം കൈ കൂപ്പി തൊഴുന്നുണ്ട്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട്, എന്തിനാ അച്ഛൻ എപ്പോഴും എന്നെ തൊഴുന്നേ, ഞാനൊരു മകൾ ചെയ്യേണ്ട കാര്യം മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുകയാണ്. പ്രകാശം പറയും, ഞാൻ അമ്പലത്തിലൊക്കെ പോട്ടെ മോളെ, എന്തായാലും പുതിയ കമ്പനിയുടെ കാര്യവും പിന്നെ മോളുടെ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് പൂജകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ തിരുമേനിമാരോട് പറയാം, ഞാനിതുപോലൊരു അമ്പലം തുടങ്ങുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ അടുത്തോട്ട് പോരെ, ഞാൻ കാശ് തരാം എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രകാശം വരുന്ന കാര്യം കാർത്തിക നേരത്തെ അമ്പലത്തിൽ ചെന്ന് തിരുമേനിമാരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തിനാ പ്രകാശനെതിരെ പ്രതികാരം വീട്ടുന്നതെന്നൊന്നും പറയുന്നില്ല, പക്ഷെ പെൺമക്കളോട് ഇങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളോട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെയ്യുന്നവൻ അനുഭവിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ബാക്കി ഞാൻ പിന്നെ വിശദമായിട്ട് പറയാമെന്നാണ് കാർത്തിക അന്ന് ക്ഷേത്രത്തിൽ തിരുമേനിമാരോട് പറഞ്ഞിരുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, 3 പെൺകൊച്ചുങ്ങളെ ഞാനിങ്ങ് വിടും, ഇന്ന് പാദപൂജ ചെയ്യേണ്ട ദിവസമല്ലേ, പ്രകാശനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം, അത്രയും മാത്രം നിങ്ങളൊന്ന് ചെയ്ത് തന്നാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും തിരുമേനി പറയുന്നുണ്ട്, ഇതിനൊക്കെ നല്ലത് തരാൻ വേണ്ടിയിട്ട് ഇന്ന് 3 പെൺകുട്ടികളുടെ പാദപൂജ ചെയ്യുന്ന പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ പ്രകാശം പറയാം, അതൊന്നും എന്നെ കൊണ്ട് പറ്റുമല്ല, വല്ല ചെറുക്കന്മാരുടെ ആണെങ്കിൽ പിന്നെ നോക്കാം, പെണ്ണുങ്ങളുടെ ഒന്നും കാല് പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു കേട്ടോ. എന്നിട്ട് പ്രകാശൻ അവിടെ നിന്ന് പറയാം, എനിക്ക് എന്തായാലും ഒരു അർച്ചനയുണ്ട്, ലക്ഷ്മി ഉത്രട്ടാതി, പറ്റുമെങ്കിൽ അതൊന്ന് കഴിച്ചതാന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്താണ് ദീപ അങ്ങ് വരുന്നത്. അപ്പോഴേക്കും നമ്മുടെ തിരുമേനി ചോദിക്കുന്നുണ്ട്, ലക്ഷ്മിയോ അതാരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശം പറയുന്നുണ്ട്, എല്ലാവരും ജാതകം അറിഞ്ഞാലേ കഴിക്കുള്ളൂ, കാശ് കിട്ടിയാൽ പോരെ, കഴിച്ച് തന്നാൽ മതി എന്ന് പറയുവാണ് കേട്ടോ. ഇത് ലക്ഷ്മിയെ കാണുമ്പോഴേക്കും നമ്മുടെ പ്രകാശം പറയുകയാണ്, നീ ഇവിടെ ഉണ്ടോ, എവിടെ പോയാലും ഒരു ദുശഹുനം ഉണ്ടല്ലോ. എന്നിട്ട് പ്രകാശം അവിടെ നിന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ എനിക്കും എൻ്റെ മോനും ഉയർച്ച ഉണ്ടാവണേ, ബാക്കിയുള്ളവരൊക്കെ മുടിഞ്ഞു പോകണേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ദീപ ചോദിക്കുന്നുണ്ട്, ആരാ ലക്ഷ്മി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, ഇന്ന് ഞാൻ ലക്ഷ്മിക്ക് ചിലപ്പോൾ അർച്ചന കഴിപ്പിക്കും, നാളെ സരസ്വതിക്ക്, പിറ്റേ ദിവസം പാർവതിക്ക്, അതൊക്കെ എൻ്റെ സൗകര്യം. എന്നിട്ട് തിരുമേനിയോടും പറയാം, താൻ പോയി കഴിച്ചിട്ട് വാടോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ദീപ എവിടെ നിന്ന് പറയുന്നുണ്ട്, മകന് ആലോചിക്കുന്ന പുതിയ പെണ്ണായിരിക്കുമല്ലേ എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും പ്രകാശൻ അവിടെ നിന്ന് അർച്ചനയൊക്കെ മേടിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കാർത്തികയെ വിളിക്കുവാണ് കേട്ടോ. അപ്പോൾ കാർത്തികയോട് പറയുന്നുണ്ട്, എന്താ മോള് നല്ല സമയത്താണ് വിളിച്ചത്, ഞാൻ ക്ഷേത്രത്തിലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക ഒന്നും അറിയാത്ത പോലെ പറയാണ്, എനിക്ക് തോന്നി അച്ഛൻ ക്ഷേത്രത്തിലാണ്, ഇന്നൊരു വിശിഷ്ട ദിവസമാണല്ലോ, അച്ഛൻ അറിയാമായിരിക്കുമല്ലോ, സ്ത്രീകളുടെ പാദപൂജ ചെയ്യുന്ന ദിവസം, അത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വലിയ ഐശ്വര്യത്തിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോഴത്തേക്കും പ്രകാശൻ ഇങ്ങനെ, എന്താ മോൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ചോദിക്കുമ്പോഴേക്കും കാർത്തിക ഒന്നും അറിയാത്ത പോലെ പറയാം, അവിടെ ഏതെങ്കിലും പെൺകൊച്ചുങ്ങളുണ്ടെങ്കിൽ അവരുടെ പാദപൂജ ചടങ്ങ് നടത്തണമെന്ന്. ഇത് കേട്ട് ആകെ കലി തുള്ളി വിഷമിച്ച് നിൽക്കുന്ന പ്രകാശനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.